ഒച്ചയാട്ടെ. തോന്നിയതായിരിക്കില്ലേ? ഇതിനു വേണ്ടി പട്ടിയെല്ലാം കൂടെ കിടന്നേരം ഇന്ന് ഓരിയിടുന്നേ. സിദ്ധുവിന്റെ മെസ്സേജ് വന്നതാ. പട്ടി ഓരിയിടുന്ന സൗണ്ടാ? അല്ല, മെസ്സേജ് വന്നാ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. മാറ്റാടാ, പല്ല് പൊട്ടിക്കല നീ. എന്താ നീങ്ങിരുന്ന ഇങ്ങോട്ട് മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്? വെള്ളം വേണം. പോടത്തോടിക്ക് ഗ്ലാസ് എടുത്തോണ്ട് വരൂ. ഒറ്റയ്ക്ക് ഞാൻ പോവില്ല. എന്നാ പിന്നെ ഒരുമിച്ച് പോയാലോ? പാറുവിനെ കൊണ്ട് പോയിട്ട് വാ. അല്ല വേണ്ട, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആവൂല. നീ പോയി കുടിച്ചിട്ട് വാടാ. ഇല്ലേച്ചി, ഒരു വെള്ളം ദാഹിച്ചിട്ടല്ലേ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവൂല. രാവിലെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു, രാത്രി ആയപ്പോ ഒരുമാതിരി. അതൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇതിന് മാത്രം കിടന്ന് പേടിക്കണേ എന്തിന്? ഇത്രയും വർഷം നമ്മൾ ഇവിടെ താമസിച്ചിട്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മളിപ്പോ ഈ കാര്യം അറിഞ്ഞത് കൊണ്ടല്ലേ ഇത്രയും കിടന്ന് പേടിക്കണേ? അതങ്ങനെ തന്നെ. പക്ഷെ ഇത്രയും നാളായിട്ട് അത്രയും വലിയ കൊമ്പൊന്നും ഒടിഞ്ഞു വീണിട്ടില്ലല്ലോ. അതും പച്ചക്കൊമ്പ്. ഇത് ചിലപ്പോഴേ മോൻ വരുന്നത് അറിഞ്ഞിട്ടും വരുന്ന പോവുകയും ചെയ്തല്ലോ. അതിനകത്തൊന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കും. എന്തോ മതിന്റെ മുകളിൽ എന്തോ. അതിന്റെ മുകളില് ഒന്നപ്പുറത്തേര് വരൂ. 2 മണിക്കൂറായി ഇതിന്റെ അകത്ത് ഇരിക്കണം ഞാൻ. എടുക്കടാ, നിങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, അപ്പുറത്തെ മുറി പോയി സംസാരിക്കും. ഒറ്റയ്ക്കാ? ഒന്നില്ലെങ്കിൽ പ്രേതം അല്ലെങ്കിൽ മെർലിന്റെ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിനക്ക് തന്നെയാ പണി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവും. ചേച്ചി കൂടെ വരുമോ? നിന്റെ കുണുകുണു കേൾക്കാൻ വേണ്ടി ഞാൻ കൂടെ വരാം. വീണ്ടും കിടന്ന് വിളിക്കുന്നു. അങ്ങനൊന്നും കാണൂല്ലേ? നമ്മുടെ തോന്നലില്ലേ? നമ്മുടെ തോന്നലില്ലേ? പേടിയുണ്ടെങ്കിൽ ഇച്ചിരി നീങ്ങിയിരുന്നോ? മെർലിനെ, നിനക്കിപ്പം എൻ്റെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, ഞാനേ വിറയ്ക്കണ ഈ കോൾഡ് പിടിച്ചിട്ടായിരിക്കും. ഓ പിന്നെ രാവിലെ വന്ന ആളുടെ അതേ ഫേസ് കട്ട് അയാളുടെ അച്ഛൻ തന്നെ. 2 ദിവസം കഴിയുമ്പോ മോൻ വന്ന് കൊണ്ടുപോകും. തിരിച്ചു മാവേ തന്നെ ഇരുന്നു. അയ്യോ പേടിക്കണ്ട, ഞാൻ അച്ഛനല്ല മോനാ. ആ രാവിലെ ഒന്നില്ലേ ആള് തന്നെയാണ് ഞാൻ.
നിങ്ങളെന്ത് തേക്കണ്ട ഈ പാതിരാത്രി ഇങ്ങോട്ട് കയറി വന്ന? അച്ഛനെ ഓർത്തപ്പോ ഒന്ന് വന്നതാ. എന്റെ ചേട്ടാ, കഴിഞ്ഞ 10-35 വർഷം ചേട്ടൻ അച്ഛനെ ഓർത്തില്ലല്ലോ. ഒരു 2 ദിവസം കൂടെ സഹിച്ചൂടായിരുന്നോ? പെട്ടെന്നൊന്ന് ഓർത്തപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി, അത് കാരണം വന്നാണ്. ഒരു 2 ദിവസം കൂടി എന്റെ അച്ഛനെ ഒന്ന് നോക്കിയേക്കണേ. അച്ഛൻ വലിയ ദേശീയക്കാരനാണ് കേട്ടാ. താങ്ക് യു ഫോർ ദ കൈൻഡ്ലി ഇൻഫർമേഷൻ. താങ്ക് യു. ഓ, മനുഷ്യനെ നല്ല ജീവൻ അങ്ങ് പോയി. എന്റെ എല്ലാ ജീവനും പോയി. നിങ്ങളൊക്കെ എന്താ ഇവിടെ ഇരിക്കണേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.